ഹായ് മക്കളെ, വെൽക്കം ടു എഡ്യൂപോട്ട്. എടാ സാർ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം +2 സേ എക്സാം എഴുതാൻ പോകുന്ന കെമിസ്ട്രി സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +2 കെമിസ്ട്രി നിങ്ങൾ നോക്കിയാൽ മതി. തോറ്റ കുട്ടികളുടെ എണ്ണം, സേ എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറച്ച് ആളുകൾ മാത്രമേ സേ എക്സാം എഴുതുന്നുള്ളൂ +2 കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മുടെ പബ്ലിക് എക്സാം ഈസി ആയിരുന്നു. പക്ഷേ എന്ന് വെച്ച് മക്കൾ ഇനി എനിക്കത് എക്സാം എഴുതേണ്ടി വന്നല്ലോ, കിട്ടിയില്ല എന്നുള്ള സങ്കടമൊന്നും പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സേ എക്സാം എഴുതുമ്പോൾ ഒരിക്കലും വാരി വലിച്ച് പഠിച്ചിട്ട് ഇനി കാര്യമില്ല. അപ്പം നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ, കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള കണ്ടൻറ്റുകൾ മാത്രം, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണോ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എവിടെ നിന്നാണോ ക്വസ്റ്റ്യൻ വരുന്നത്, ആ ഏരിയ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ കംപ്ലീറ്റ് ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കുക എന്നുള്ളത് ഇനിയുള്ള ടൈം കൊണ്ട് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് എന്നുള്ളത് നോക്കിയിട്ട് വേണം മക്കൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സാറ് പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എടാ നോക്കടാ, നിങ്ങൾ സേ എക്സാം എഴുതുമ്പോൾ പാസ്സാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് എഴുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ 4 ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ 4 ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ഒരു 9 മുതൽ 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നിങ്ങൾക്കറിയാം, വലിയ ചാപ്റ്ററാണ്. അതുമാത്രമല്ല, അതുപോലെ തന്നെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് അറിയാം. ഓർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ +2 കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ മക്കളത് ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്. അപ്പോൾ മക്കളെ, ഈ 4 ചാപ്റ്ററുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ 4 ചാപ്റ്ററുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ എന്താ ഗുണം? ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പാസ് മാർക്കായി. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഈ 4 ചാപ്റ്ററും പഠിക്കുക. ഇനി മക്കൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ സാറ് പറയാണ്, എളുപ്പത്തിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കെമിക്കൽ കൈനറ്റിക്സും D&F ബ്ലോക്ക് എലമെൻസും. ഇത് മക്കൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. വലിയ കണ്ടന്റ് ഒന്നുമില്ല, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ 2 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതും കൂടി മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിന്? സേ എക്സാമിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി മക്കളെ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സാറേ പാസ്സാവൂടാ, ഈസി ആയിട്ട് പാസ്സാവും. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ, ഇനി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും ഒന്ന് വായിച്ചെടുക്കാം. കാരണം ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ക്വാർട്ടർലിക്കും ഹാഫ് ഇയർലിക്കും പബ്ലിക് എക്സാമിനൊക്കെ ഓൾറെഡി പഠിച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു ചാപ്റ്ററും കൂടി ഫോക്കസ് ചെയ്താൽ നിങ്ങൾ ഈസി ആയിട്ട് പാസ്സാവും. ബാക്കിയുള്ള ചാപ്റ്ററുകൾ സ്കിപ്പാക്കണം എന്നല്ലേ സാറ് പറയുന്നത്. മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആദ്യം ഈ 4 ചാപ്റ്റേഴ്സ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൈനറ്റിക്സും D&Fഉം നോക്കുക, സൊല്യൂഷൻസും നോക്കിയാൽ ഈസി ആയിട്ട് പാസ്സാവാം. പാസ്സല്ല, അതിൻ്റെ മുകളിൽ തന്നെ മാർക്ക് കിട്ടും. ബാക്കി ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കണ്ട എന്നല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഒരിക്കലും ഇനി വാരി വലിച്ചുള്ള പഠനം നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ, എന്തൊക്കെയാണോ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ്, അത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും നിങ്ങൾക്ക്. ആ കാര്യങ്ങൾ മാത്രം പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പർപ്പസ്. കുറേ തിയറി ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് ഇനി കാര്യമില്ല. ക്വസ്റ്റ്യൻ ചെയ്ത് ഏതൊക്കെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഡീപ്പായിട്ടുള്ള പഠനം സേ എക്സാമിന് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ മക്കൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂപോട്ട് +2 സേ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ.
വെറും നിങ്ങൾക്കറിയാം 999 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ വൺ ഷോട്ട് സീരീസ്, ഫോക്കസ് ഏരിയ, റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഡൗട്ട് ക്ലിയറൻസ് നടത്താം. എല്ലാത്തിനും പറ്റും മക്കളെ. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ, നമ്മൾ ഈ ബാച്ചിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് സെഷന്റെ ഗുണം എന്താണെന്ന് അറിയാം മക്കളെ? എന്താണോ നിങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സേ എക്സാമിന് എന്താണോ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. ആ രീതിയിൽ മക്കൾ അതങ്ങോട്ട് പഠിച്ചു പോയാൽ സേ എക്സാം ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. കെമിസ്ട്രി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്ററുകളും അതിൽ നിന്ന് നിങ്ങൾ മെയിൻ കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ സാറ്, ആ സൊല്യൂഷനിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താ? അതിലുള്ള നിങ്ങൾക്കറിയാം, എപ്പോഴും ചോദിക്കുന്ന ആൾക്കാരാണ് റൗൾസ് ലോ, ഹെൻറീസ് ലോ, അല്ലേ, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, അസിയോട്രോപ്പുകൾ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അത് മക്കൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പാസ്സാവുക എന്നുള്ളതാണ് നമ്മളെ പർപ്പസ്. അപ്പോൾ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്ത് വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ബാച്ചിനെ കുറിച്ച് സാറ് പറഞ്ഞു, പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടാവുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠനം ഇപ്പം തന്നെ ആരംഭിക്കുക. നമുക്ക് സമയമില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു കാര്യം കൂടി സാറ് നോക്കടാ. നിങ്ങൾ ഈ ആപ്പിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് അല്ല, നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അടിക്കാനുള്ള ഒരു ഏരിയ കാണും. പേരും ഫോൺ നമ്പറും കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. സബ്ജക്റ്റ് ഏതാണോ, ഫിസിക്സ്, കെമിസ്ട്രി, ഇപ്പോൾ നമ്മൾ കെമിസ്ട്രീനെ കുറിച്ചല്ലേ പറയുന്നത്, അപ്പോൾ കെമിസ്ട്രി ചൂസ് ചെയ്യാം. ക്ലിക്ക് പർച്ചേസിൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുക. UPI പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പേയ്മെൻറ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നേരെ ക്ലാസ്സിൽ ജോയിൻ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മക്കളെ മറക്കരുത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, ഈ 4 ചാപ്റ്റേഴ്സ്, ഞാൻ ഈ കാണിച്ചെന്ന 4 ചാപ്റ്റേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് ഇനി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു പഠനം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മുടെ ബാച്ചിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കും മക്കളെ. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സേ എക്സാമിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് നിങ്ങൾ കെമിസ്ട്രി സേ എക്സാമിന് ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കണ്ടന്റും അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. യാതൊരു ടെൻഷനും അടിക്കേണ്ട. സേ എക്സാം ആണെന്നൊന്നും പേടിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ചാൻസ് നിങ്ങൾ കളയരുത്. അതാണ് നമുക്ക്, ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ, സെറ്റാക്കി പഠിച്ചോ.